കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരള സംസ്ഥാനത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉത്തര അക്ഷാംശമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉത്തര അക്ഷാംശം. കേരളം ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. കേരളം ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ തീരദേശത്തിന്റെ നീളം 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തീരദേശത്തിന്റെ നീളം 580 കിലോമീറ്റർ ആണ്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരള സംസ്ഥാനം. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരള സംസ്ഥാനം. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 22-ആണ്. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ 22-ാം സ്ഥാനമാണ് കേരളത്തിന്റെ സ്ഥാനം. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി അറബിക്കടലും വടക്ക് കിഴക്കൻ ഭാഗത്ത് കർണാടകവും തെക്ക് കിഴക്കൻ ഭാഗത്ത് തമിഴ്നാടുമാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും വടക്ക് കിഴക്കൻ ഭാഗത്ത് കർണാടകവും തെക്ക് കിഴക്കൻ ഭാഗത്ത് തമിഴ്നാടുമാണ്. കേരളത്തിന്റെ അവസാനത്തെ സെൻസസ് അനുസരിച്ചുള്ള ജനസംഖ്യ 3,33,87,677 ആണ്. കേരളത്തിലെ അവസാനത്തെ സെൻസസ് അനുസരിച്ചുള്ള ജനസംഖ്യ 3,33,87,677. കേരളത്തിന്റെ ജനസാന്ദ്രത 859 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ജനസാന്ദ്രത 859 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084 1000 എന്ന രീതിയിലാണ്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084 1000. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ 4 ജില്ലകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ 4 ജില്ലകളുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട് എന്നിവയാണത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട് എന്നീ ഈ 4 ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നില്ല. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഈ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാഷിയ ഫിസ്റ്റുല. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷിയ ഫിസ്റ്റുല എന്നാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറയാണ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമമാണ് ബ്യൂസെറസ് ബൈക്കോർണിസ്. മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം ബ്യൂസെറസ് ബൈക്കോർണിസ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ചക്കയുടെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹീറ്ററോഫൈലസ് എന്നാണ്. ചക്കയുടെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹീറ്ററോഫൈലസ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുറാറ്റൻസിസ്. കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാറ്റൻസിസ്. കേരളത്തിലെ വനമ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലാണ്. കേരളത്തിലെ വനമ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലാണ്. കേരളത്തിലെ വനവകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ്.
കേരളത്തിലെ വനവകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ പീച്ചിയിലാണ്. കേരളത്തിലെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്ന വയലാറാണ്. കേരളത്തിലെ കയർ ഗ്രാമം വയലാറ്. കേരളത്തിലെ തരിശുരഹിത നെൽവയൽ ഗ്രാമം. കേരളത്തിലെ തരിശുരഹിത നെൽവയൽ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ മണ്ണാഞ്ചേരി. ആലപ്പുഴ ജില്ലയിലെ മണ്ണാഞ്ചേരി. കേരളത്തിലെ ആദ്യ സിദ്ധഗ്രാമം ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂരാണ്. കേരളത്തിലെ ആദ്യ സിദ്ധഗ്രാമം ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂരാണ്. കേരളത്തിലെ ആദ്യ ധന്വന്തരി ഗ്രാമം. കേരളത്തിലെ ആദ്യ ധന്വന്തരി ഗ്രാമം അത് കൊല്ലം ജില്ലയിലെ കടക്കലാണ്. കൊല്ലം ജില്ലയിലെ കടക്കലാണ് കേരളത്തിലെ ആദ്യ ധന്വന്തരി ഗ്രാമം. കേരളത്തിലെ ആദ്യ കേര ഗ്രാമം എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയാണ്. എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യ കേര ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമവും കുമ്പളങ്ങി തന്നെയാണ്. കേരളത്തിലെ ആദ്യ കേര ഗ്രാമവും കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമവും കുമ്പളങ്ങി തന്നെയാണ്. കേരളത്തിലെ ആദ്യ പുകയില മോചന ഗ്രാമം. കേരളത്തിലെ ആദ്യ പുകയില മോചന ഗ്രാമം അത് കോഴിക്കോട് ജില്ലയിലെ കൂളിമാടാണ്. കോഴിക്കോട് ജില്ലയിലെ കൂളിമാട്. കേരളത്തിലെ ഖാദി ഗ്രാമം എന്നറിയപ്പെടുന്ന ബാലുശ്ശേരിയാണ്. കേരളത്തിലെ ഖാദി ഗ്രാമം ബാലുശ്ശേരി. കേരളത്തിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്ന ബാലരാമപുരം. കേരളത്തിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ്. കേരളത്തിലെ ജൈവഗ്രാമം. കേരളത്തിന്റെ ജൈവഗ്രാമം ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂര്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരാണ് കേരളത്തിന്റെ ജൈവഗ്രാമം. കേരളത്തിന്റെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. കേരളത്തിന്റെ ജൈവഗ്രാമം ഉടുമ്പന്നൂരും ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരും. എന്നാൽ കേരളത്തിന്റെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ ആയുഷ് കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ ആയുഷ് കേന്ദ്രം അത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയാണ്. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയാണ് കേരളത്തിലെ ആദ്യത്തെ ആയുഷ് കേന്ദ്രം. സംസ്ഥാനത്തെ ആദ്യ നോക്കുകൂലി രഹിത ജില്ല തിരുവനന്തപുരമാണ്. സംസ്ഥാനത്തെ ആദ്യ നോക്കുകൂലി രഹിത ജില്ല തിരുവനന്തപുരമാണ്.